നമസ്കാരം. നിരവധി മലയാള സിനിമകളിൽ നായികയായും ഉപനായികയായും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് മീരാനന്ദൻ. എന്നാൽ കുറച്ചു നാളുകളായി മീരാനന്ദൻ മലയാള സിനിമയിലോ മറ്റോ സിനിമകളിലോ ഉണ്ടായിരുന്നില്ല. അവർ വിദേശത്ത് ജോലിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിനിടയിലാണ് UK-യിൽ ഉദ്യോഗസ്ഥനായ ശ്രീജു എന്ന ചെറുപ്പക്കാരനെ കണ്ടുമുട്ടുകയും അവരുടെ വിവാഹ നിശ്ചയത്തിലേക്ക് വരെ എത്തുകയും ചെയ്തത്. അന്ന് തന്നെ മീരാനന്ദന് ഒരുപാട് സൈബർ ബുള്ളിങ് ഉണ്ടായതാണ്. കാരണം ഈ ശ്രീജുവിനെ കാണാൻ ഒരു ഭംഗിയില്ല. അയാളുടെ മൂക്ക് വികൃതമാണ്, മുഖം വികൃതമാണ്, സംസാരിക്കുന്നത് വിചിത്രമായ ഭാഷയിലാണ്, സംസാരശേഷി ശുദ്ധമായ മലയാളമല്ല, സംസാരിക്കാനുള്ള കഴിവില്ല. അങ്ങനെ ഒരുപാട് സൈബർ ബുള്ളിങ്ങുകൾ അന്ന് തന്നെ ഉണ്ടായിരുന്നു. അതിനൊക്കെ മീരാനന്ദൻ കൃത്യമായ മറുപടി നൽകുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് മീരയുടെ വിവാഹം നടന്നത്. അതിനുശേഷവും ഒരുപാട് സോഷ്യൽ മീഡിയകളിൽ ഈ ശ്രീജുവിനെക്കുറിച്ചും മീരാനന്ദനെക്കുറിച്ചുമൊക്കെ വാർത്തകളും യൂട്യൂബ് ചാനലുകളിൽ വീഡിയോകളുമൊക്കെ വരികയുണ്ടായി. എന്താണെന്ന് വെച്ചാൽ അന്നും ഇതുതന്നെയാണ് പറഞ്ഞത്. അതായത് മീരാനന്ദന് പറ്റിയ ഒരു നായകനല്ല, അല്ലെങ്കിൽ ഒരു ഭർത്താവല്ല ശ്രീജു. കാണാൻ ഒരു ഭംഗിയുമില്ല, മീരാനന്ദൻ അത്ര സുന്ദരിയാണ്, ശ്രീജുവിനെ കാണാൻ ഒരു വിരൂപനാണ് എന്നുവരെ പറഞ്ഞു വയ്ക്കുകയുണ്ടായി. എന്നാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഒരാളെ ഇഷ്ടപ്പെടുന്നത്, ഒരു പെൺകുട്ടി ഒരു ആണിനെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു പുരുഷനെ ഇഷ്ടപ്പെടുന്നത് അയാളുടെ ആ ഒരു ഇതുകൊണ്ടായിരിക്കില്ല, ശരീരഭംഗി കൊണ്ട് മാത്രമായിരിക്കില്ല. അയാളുടെ സ്വഭാവശുദ്ധി, നിഷ്കളങ്കത, അങ്ങനെ പല കാരണങ്ങളുണ്ടാവും. അത് പിന്നെ ജോലി സംബന്ധമായിട്ട്, പിന്നെ ഫാമിലിപരമായിട്ട്, അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ അവർക്ക് മറ്റുള്ളവരിൽ കാണാൻ കഴിയും. അങ്ങനെ ഒരു പ്രത്യേകത എന്തെങ്കിലും ശ്രീജുവിൽ കണ്ടതുകൊണ്ടായിരിക്കാം മീരാനന്ദൻ അയാളെ ഇഷ്ടപ്പെട്ടതും വിവാഹം കഴിച്ചതും. അതിനെതിരെ ചോദ്യം ചെയ്യുവാനോ അയാളെ പരിഹസിക്കുവാനോ അല്ലെങ്കിൽ അവരെ വിമർശിക്കുവാനോ ഉള്ള ഒരു സ്വാതന്ത്ര്യവും ഒരാൾക്കുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രവുമല്ല, ഇത്തരത്തിലുള്ള കേസ് ഇതൊരു കേസായി ഫയൽ ചെയ്താൽ അത് കൊലപാതകം വരെ എത്താവുന്ന, കൊലപാതകത്തിന് തുല്യമായ ഒരു കേസാണ് സൈബർ ബുള്ളിങ്ങിന് ഒരാളെ വിധേയമാക്കുക എന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രക്രിയകൾ നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ മാറ്റേണ്ട കാലം കഴിഞ്ഞു. ഒരാളെ ഇഷ്ടപ്പെടുക എന്നത് അവരുടെ വ്യക്തിപരമായ താല്പര്യം, വ്യക്തിപരമായ കാര്യം മാത്രമാണ്. അതിലിടപെടാനുള്ള അർഹത ഒരാൾക്കുമില്ല. അതുകൊണ്ട് തന്നെ ഈ മീരാനന്ദൻ്റെ വിവാഹത്തിലും ശ്രീജു മീരാനന്ദനെ വിവാഹം കഴിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാനുള്ള റൈറ്റ് നമുക്കില്ല. അത് വിമർശിക്കാനുള്ള റൈറ്റില്ല. ഒരാളെ ശാരീരികമായിട്ട് തേജോവധം ചെയ്യാനുള്ള റൈറ്റും നമുക്കില്ല എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ മീരാനന്ദനോ ശ്രീജുവോ ഒരു കേസ് ഫയൽ ചെയ്താൽ തീർച്ചയായും അകത്താകുന്നത് ഇത്തരത്തിലുള്ള ആളുകളായിരിക്കും എന്നതും നമ്മൾ ഓർക്കേണ്ടതാണ്.